ഓ മൈ ഗോഡിന്റെ ഈ കഥ അരങ്ങേറുന്നത് രാവിലെ മുതൽ രാത്രി വരെ കടയിൽ തിരക്കായ ഒരാൾ സമയം കണ്ടെത്തി മറ്റൊരു ബന്ധത്തിന് ശ്രമിക്കുന്നതാണ്. കടയിൽ പച്ചക്കറി വാങ്ങാനെത്തിയ സ്ത്രീയോടുണ്ടാകുന്ന ബന്ധത്തിന്റെ കഥ ഭാര്യ അറിയുന്നതാണ് രംഗം. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാം. സാറേ, വാ വാ വാ. രമേശൻ നായർ CMS കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ട്യൂട്ടറി അവിടെ പത്തനാപുരത്ത് പഠിപ്പിക്കാൻ വരുന്നില്ല. ഭാര്യയും കൂടെ വരണമെന്ന് പറയാൻ കാരണമുണ്ട്. പറയട്ടെ ഞാൻ പിന്നെ? വേണ്ട സാറേ. അങ്ങനെയല്ല, അതിപ്പോൾ എന്തായാലും ഭാര്യയും കൂടെ അറിയണ്ടേ. സാറിൻ്റെ കൂടെ ആ കുട്ടി ആരായിരുന്നു? ഏതാ സാറേ? അതായത് സാറ് പാർക്കിലും ഹോട്ടലിലൊക്കെ വെച്ചിട്ടൊരു 2 ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു. സാറ് ഒരിക്കലും വിനോദ് സാറിനെ നമുക്കറിയാമല്ലോ. സാറ് മലക്കറി പഠിപ്പിക്കാൻ പോവും, പിന്നെ മലക്കറി കടയിൽ പോവും, അതൊക്കെ എനിക്കും അറിയാം. അവിടെ വരുന്ന ഒരു കുട്ടിയാണോ ആരാണോ എന്ന് എനിക്കറിയില്ല. ഈ കുട്ടിയായിട്ട് സാറ് ഇങ്ങനെ സിനിമാ തിയേറ്റർ വെച്ച് കണ്ടു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പാർക്കിൽ വെച്ച്, ഏത് പാർക്കിലാണ് പോയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കുന്ന ഉണ്ടായിരുന്നു. സൗകര്യക്ക് മനസ്സിലായ കാര്യം. ഒരു അവിടെ മലക്കറി വാങ്ങിക്കാൻ വരുന്ന ആരുമായിട്ടൊരു ചെറിയൊരു മാനസികടുപ്പം, അത്രയും വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത് ഹസ്ബൻഡിന്, ഇവിടെ ഇരുന്നത് ഹസ്ബൻഡിന് ആരും ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോ അറിഞ്ഞ് പുള്ളിക്കാരൻ എനിക്കറിയാമെന്നുള്ള പയ്യനാണ്. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഡ്രൈവറാണ്. വിളിച്ചെൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇങ്ങനൊരു സംഭവമുണ്ട്. പറയണ്ടെന്ന് പറഞ്ഞാൽ ഭാര്യ അറിയാതെ ഒരു കാര്യം എനിക്ക് പറ്റില്ല. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പം നമുക്കൊരു ഇതുണ്ടല്ലോ, ഓരോരുത്തരും കാണുന്ന ഒരു രീതി. ഇതൊക്കെയാണ് മാന്യത. ഇതൊക്കെയാണ് നീ അദ്ദേഹമായിട്ട് സംസാരിക്കണ്ട. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈഫുമായിട്ട് സംസാരിക്കാം. സൗകര്യം. ഞാൻ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ കർണാടകയിലായിരുന്നു. ഞങ്ങളുടെ വണ്ടി ലോറി ഓട്ടും എല്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ഞാൻ ഒരു കുറേ നാളായുള്ളൂ. ഇപ്പോൾ മോളെ പഠിത്തം കൊണ്ട് നോക്കിയാണെങ്കിൽ വന്നത്. മോളാണ്, അവിടെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അവിടെ സ്കൂളിലാക്കി. പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞൊക്കെ കിട്ടേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ എന്നെ വിളിച്ച് പലയിടത്തും വെച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോൾ അതൊന്നും അങ്ങ് മൈൻഡ് ചെയ്തില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. നിങ്ങളിത് ആരെയും കാണിക്കരുത്. എൻ്റെ തന്നെ ഇരുന്നോട്ട് ഞാൻ സാറിനെ കാണിച്ചത് ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോകൾ നമ്മളൊരു കൂട്ടാൻ വിളിച്ച് അപ്പോൾ എനിക്ക് അയച്ചു തന്നെ. ഇതൊന്നും സാറേ, ഇതൊക്കെ നിങ്ങളെപ്പോലൊരു മനുഷ്യന്, ഇത്രയും നല്ലൊരു സ്ത്രീ നിങ്ങൾ ഭാര്യയായിട്ട് നിൽക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ട്, മര്യാദയ്ക്ക് പോകുന്ന ഒരു നിങ്ങൾ ഈ രാത്രി 1 മണിക്കും 12 മണിക്കാണ് വീട്ടിൽ ചെല്ലുന്നത്. ഭാര്യയെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ മക്കളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് വിഷമത്തോടെ പറഞ്ഞുള്ളൊരു മനുഷ്യനാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ ഓൾറെഡി വീട്ടിൽ വന്നിട്ടുണ്ട് സാർ. വൈകിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ 2 ദിവസം വന്നിട്ട് ഇപ്പം എന്ത് മറുപടി പറയണം? എന്താ എനിക്കിത് കേട്ടപ്പോഴും എന്തോ എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇതായിട്ട് ഇവിടെ വന്നതെന്ന് ഇവിടെ സാറ് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. മനസ്സിലായോ? ഈ നിമിഷം വരെ സാർ എന്നോട് ഈ സംഭവം പറയുന്ന ഈ നിമിഷം വരെ ശരിയോ തെറ്റോ എന്നുള്ള കാര്യം വിനോദൻ എനിക്ക് പറഞ്ഞു കഴിയുമ്പോൾ മറുപടി തരേണ്ടത്. ആ നാട്ടിലെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ഏത് പാതിരാത്രിക്ക് എവിടെ കയറിയാലും വിശ്വസിക്കാൻ കൊള്ളാം ഒരേ ഒരാണെന്ന് വെച്ചാൽ വിനോദ് മാത്രമേ ഉള്ളൂ. കാരണം ഈ സമയം പോലും ഒരു പെൺകുട്ടികൾ 11 മണി 12 മണി വിനോദന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഓക്കെ, ആരും കൂടെ പോന്നപ്പോ വിനോദന്റെ കൂടെ ആ വിശ്വാസത്തെയാണ് വിനോദ് സാറേ. വിനോദ നാഴിക്ക് 40 വട്ടം പറയില്ല ഞാൻ പുറത്തിറങ്ങിയാലുണ്ടാവുന്ന വില. നിങ്ങൾ ആ മക്കള് 2 പേരും അറിഞ്ഞ് നിങ്ങളത് അതിനെ എന്ത് പറയും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ഭാഗത്തും എന്ത് തെറ്റാ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളേ? ഒന്നും ഉണ്ടല്ലേ. പക്ഷെ എന്തിനിങ്ങനെ ആ ഒരു പാവം പിടിച്ച് ചെറുക്കനെ അതിന്റെ അവസ്ഥ നോക്ക്. ഞങ്ങൾ 2 പേരും ഒരേ ത്രാസിൽ നിൽക്കുന്നവരാ. ഞങ്ങൾ 2 കൂട്ടരും ചെയ്തത് എന്താ? അത് ആ കൊച്ചു അതിന്റെ കുടുംബം നോക്കാൻ.
ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ കടയിൽ പോയി രാത്രിക്ക് 12 മണി വരെ നിങ്ങൾക്ക് അവിടെ കച്ചവടം ഇല്ല, ഒന്നുമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അവിടെ വരികയും അവിടെ ഈ കുട്ടി വരികയും ഇവർ ആ കുട്ടിയുടെ സ്കൂട്ടറിൽ കയറി പോയതിനും പല തെളിവുണ്ട്. നിങ്ങൾക്ക് അവിടെ പരിചയക്കാരുണ്ട്? എനിക്കവിടെ അശ്വതി ഉണ്ട്. ആ അശ്വതി ഒന്ന് വിളിച്ചു നോക്ക്. അശ്വതി ഒന്ന് വിളിക്ക്, എനിക്കത് കേൾക്കട്ടെ. ലൗഡ് സ്പീക്കർ ഇട്ട് അശ്വതി വിളിക്കണം. എങ്കിൽ അശ്വതി നിങ്ങൾ അത്ര അടുത്തായിട്ട് അശ്വതി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അശ്വതി ഞാൻ ഈ കഴിഞ്ഞ മെനഞ്ഞാന്ന് കൂടി ഞാൻ കടയിൽ പോയി, ലോണിന്റെ ആവശ്യമായിട്ട് എനിക്കൊരു പ്രൂഫ് കൊടുക്കണം, ഞാൻ കടയിൽ പോയി. അപ്പോഴും അവരെ എന്റെ കൂടെ പിറപ്പെടുന്ന രീതിയിൽ കൂടാണ് സംസാരിച്ചത്. ഇല്ല സമാധാനം സമാധാനം. രമേശ സാറുണ്ട്, സമാധാനം. എന്തിനും ഏതിനും രമേശ സാറുണ്ട്. ഹലോ, അശ്വതിയ സേതുണ്ടിലോട്ട് കൊടുക്കാം, സംസാരിക്കണേ. ഹലോ അശ്വതി. ഹലോ, വിഷയം പറ. അശ്വതി, അമ്മനെ അവിടെ കടയിൽ സ്ഥിരമായിട്ട് ഒരു പെൺകുട്ടി വരും, ആ പെൺകുട്ടിയുടെ എവിടെയെങ്കിലും പോകുമായിരുന്നോ? ആ പോവായിരുന്നു. ഒരു പെൺകുട്ടി വരുമായിരുന്നു. ആ കൊച്ച് എന്നോട് പറഞ്ഞത് അണ്ണൻ പഠിപ്പിച്ച കൊച്ചാ എന്നാ പറഞ്ഞത്. പണ്ടങ്ങാണ്ട് പഠിപ്പിച്ച കൊച്ച. പക്ഷെ ആ പെണ്ണ് എന്നും വരുമായിരുന്നു. മിക്ക ദിവസങ്ങളും ഇവിടെ വന്ന് അവർ രണ്ടുപേരും വരുന്ന കാര്യങ്ങളും ചിരിയായിരുന്നു. നീ ഇവിടെ നിൽക്കേ വന്നിട്ട് മാപ്പിള് രണ്ടുപേരും ഭയങ്കര കാര്യങ്ങളും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ എന്റെ മനസ്സിൽ ചിന്ത വന്നതാണ് നിങ്ങൾക്കുള്ള ബന്ധുക്കൾ വല്ലാതിരിക്കുന്നത് ഇത്ര കാര്യമായിട്ട് വിഷയം പറയുകയൊക്കെ ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. കൂടാതെ 2-3 വട്ടം ഇങ്ങോട്ട് വന്ന് അങ്ങനെ അവിടുന്ന് വരുന്നിട്ട് ഇവിടെ നിൽക്കാനാകുമ്പോ ഞങ്ങൾക്ക് ആ പെണ്ണും വരും വന്ന് ആ പെണ്ണിന്റെ കൂടെ വണ്ടി കയറി പോവായിരുന്നു. ഒരു ഓണത്തിന് ആ പെണ്ണ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഓണത്തിന് തുണി എടുക്കാൻ നല്ലോണം. ആ പെണ്ണാ തുണി എടുത്തു കൊടുത്തത്. എനിക്ക് ആ കൊച്ചിനൊന്നും എനിക്ക് അറിയില്ല, എന്നിട്ടിപ്പോ സാറ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ശരി അശ്വതി. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ഇവിടെ ഉണ്ട്. വളരെ സൗമ്യമായിട്ട് അവിടുത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇയാൾ ഈ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇയാളെ ഭർത്താവിനെ പോലൊരു മനുഷ്യൻ കിട്ടി, അവർക്ക് പൊന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടി. ആ ഭാര്യയെ ഇങ്ങനെ മാനസികമായിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി കളഞ്ഞു വിനോദ് സാർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പയ്യനെ എനിക്കറിയാം വർഷങ്ങളായിട്ട്. ഈ പയ്യൻ്റെ അടുത്തും നീ എന്താണ് കാണിച്ചത്? ഞാൻ സാറിൻ്റെ ഫസ്റ്റ് ബാച്ചിലുള്ള, അപ്പം അന്നേ ഉള്ളവരിത് വെച്ച് പിന്നെ 2ാം മോളെ അവിടെ ചേർത്തപ്പോൾ കണ്ടപ്പോൾ ഉള്ള പരിചയത്തിൽ. ഗുരുശിഷ്യ ബന്ധത്തിന് ഇതാണ് വില, പ്രേമമെന്നാണ് അതിൻ്റേത്. പിന്നെ മലക്കറി കടയിൽ പോയി ഈ ചെന്ന് കണ്ടത് അദ്ദേഹത്തിനൊരു കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്കൊരു കുടുംബം ഉണ്ടെന്ന് ചിന്തിച്ചാ നീ സംസാരിക്കും. ഞാൻ ഇനി ഒരു അക്ഷരം ഉണ്ടെന്നില്ല. ഇയാളുടെ മറുപടി കേൾക്കണ്ട, കാരണം നമ്മൾ തമ്മിൽ പരിചയമില്ല. കാരണം ചതി പെണ്ണുങ്ങളുടെ ഭാഗത്താണ്. ആണുങ്ങൾ തെറ്റ് ചെയ്യാൻ വന്നതിനും പെണ്ണുങ്ങൾ അനുവദിക്കരുത്, അതാണ് ചെയ്യണ്ടേ. മനസ്സിലായോ? സാറൊരു തെറ്റും ചെയ്തിട്ടില്ലേ? 1 രൂപ അധികത്തിൽ എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് കൊണ്ടുവന്ന് ഇയാൾ ചോദിക്കത്തില്ലായിരിക്കും. കൊണ്ടുവന്നാൽ ഞാൻ ചോദിക്കും, വിനോണ ഈ പൈസ എവിടുന്ന എങ്ങനെ കിട്ടിയതാ? 1 ജോഡി ഡ്രസ്സ് എന്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ ചോദിക്കും, വിനോണന് ആരാണ് ഈ ഡ്രസ്സ് തന്നത്? ഓണത്തിന് ഡ്രസ്സ് എടുത്തു കൊടുത്താൽ നിങ്ങൾ ഓണത്തിന് കൊടുക്കാനുള്ള ബന്ധം എന്തോ നിങ്ങൾ തമ്മില്? വിനോണ പറ, ഞാൻ ഓണത്തിന് നിങ്ങളോട് സാറും എനിക്ക് എടുത്തു തന്നായിരുന്നല്ലോ. ഒരു കർച്ചീപ്പ് പറ വിനോദണ്ണ, നിങ്ങൾ വാങ്ങി തന്നോ? കാരണം ഞാൻ പറഞ്ഞു ആ പൈസ അണ്ണന്റെ കയ്യിലിരിക്കട്ടെ. എനിക്ക് 2 ജോഡി ഡ്രസ്സ് എടുത്തു തന്നായിരുന്നു. ഒരു സെറ്റ് സാരിയും എടുത്തു തന്ന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്ത കാശ് ഈ രാത്രി പകലില്ലാതെ ഞാൻ കിടന്ന് വണ്ടി ഓടി കൊണ്ടാക്കിയ പൈസ അല്ലേ? എനിക്ക് നിന്റെ വീട്ടിലും സൗകര്യം കൊച്ചിനും. ഞാൻ ഇതിന് മറുപടി ഞാൻ എങ്ങനെ എന്ത് പറയും? എനിക്ക് എന്റെ മുമ്പിൽ ഇപ്പൊ കാണുന്ന 2 ഒന്നും ഞാൻ വിനോദനെ കളഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോകും എന്റെ മക്കളെയും കൊണ്ട്. അവരേത് രീതിയിലായിരിക്കും നിങ്ങളെ കാണുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള വിനോദം? കാരണം നിങ്ങൾ എനിക്ക് കോമഡി കാണിച്ചാ ഈ 15 ലക്ഷം രൂപ കടം വരിച്ച് എന്റെ തലയിൽ വെച്ച് തന്നിട്ട് നിങ്ങൾ പോയാൽ ഞാൻ ആ കടം എവിടെ കൊണ്ടുപോയി തീർക്കും? വിനോദന് മറുപടി പറയാനേ നിങ്ങളെ വാതിർക്കരിക്കുന്നേ. അങ്ങോട്ട് മാറിയില്ല, അവർ ഫാമിലിയായിട്ട് സംസാരിക്കണം. അവർക്ക് അന്തസ്സുള്ള കുടുംബത്തില്ല. ഇങ്ങോട്ട് മാറി നീ ചെയ്യണം. എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? അപ്പൊ സാറിനെ വഴക്ക് പറ, എന്നെ മാത്രം ഇങ്ങനെ പറയും. എന്തിനാ? ഞാൻ സാറിനെ ഒരിക്കലും
ഒരിക്കലും അംഗീകരിക്കില്ല. ഇതോടെ നിർത്തി. ഞാൻ സാറിനോടുള്ള വിശ്വാസം തെറ്റ് പറ്റിപ്പോയി. വേണ്ട വിനോദ. ഒരിക്കലെങ്കിലും ഞാൻ ഓരോ തവണ നിങ്ങളൊരു തമാശയ്ക്ക് ചോദിക്കുമ്പോൾ പോലും നിങ്ങൾ എന്ത് വിനോദ എന്നോട് സംസാരിച്ചിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ എന്താ എന്നോട് മറുപടി പറയാത്തെ? ഞാൻ പണ്ട് പഠിപ്പിച്ച കൊച്ചാ. നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളുടെ അമ്മ എന്നോട് ചോദിച്ചു നീ എവിടെ പോവാന്ന്. ഞാൻ അവരോട് എന്തോ സാറേ മറുപടി പറയണം? പ്രശ്നമെങ്കിലും പറഞ്ഞു തീർക്കണം, അതേ ഉള്ളൂ. നിങ്ങൾ എന്തുണ്ട് എന്നെ ആ കൊച്ചിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം വീട്ടിലുള്ളവർ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിലയാ തരുന്നേ? പട്ടിയുടെ വില തരുമോ? പട്ടിയുടെ വില. നിങ്ങൾ രാത്രി 12 വരെ 1 മണി വരെ നിങ്ങൾക്ക് കടയിൽ എന്തുകൊണ്ടാ? ബാക്കി എല്ലാവരും കടയിൽ വന്നിട്ട് പോയാലും നിങ്ങൾക്ക് മാത്രം കട. എന്നിട്ട് ഇന്ന് രാവിലെ അമ്മ എന്നോട് ചോദിച്ചിട്ട് പോലും ഞാൻ പറയും അമ്മ അണ്ണൻ ബുദ്ധിമുട്ടുണ്ടായി രാപ്പാലില്ലാതെ കിടന്ന് ഓടുന്നതെന്ന്. നിങ്ങൾക്കറിയോ? എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് എല്ലാം ഇനി ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ ഭർത്താവിൻ്റെ അഭീതം കണ്ടുപിടിക്കാൻ ഞാൻ പോയാണെന്ന്? എന്തായാലും സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ ആവർത്തിക്കായിരുന്ന പോലെ. അത് ശരിയായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ ഈ വീണ കരടി ഇനി മാറണമെങ്കിൽ വലിയ അപ്പൊ നീ എന്നാ 10 അടി അടി അത് അങ്ങ് തീരും. എന്തിനാ 10 അടി അടിച്ചു കഴിഞ്ഞാൽ അത് അന്നേരത്തെ വേദനയുള്ളൂ. ഇനി ഭർത്താവിനെ അടിച്ചെന്നുള്ള പഴിയും കൂടെ എനിക്ക് കിട്ടാനോ? എനിക്ക് വേണ്ട. ദിവസം നിങ്ങൾ രാവിലെ പോകും രാത്രി വരും. ഞാൻ കഷ്ടപ്പെടാൻ പോകുന്ന ആളല്ലേ? കഷ്ടപ്പെടാൻ പൊക്കോണ്ടിരിക്കുകയല്ല. നിങ്ങൾ ഇപ്പോഴും ഇയാളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. പുറമോടിയിലല്ല കാര്യങ്ങളിരിക്കുന്നത്. ഇനിയെങ്കിലും നീക്കൊന്ന് മനസ്സിലാക്കും. ഒരിച്ചിരി ആസിഡോ വേറെ എന്തെങ്കിലും ഈ ദേഹത്ത് വീണ പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല നിന്നെയൊക്കെ. ഈ തൊലിവെളുപ്പും ഇച്ചിരി എടുപ്പുള്ളവളുമാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരു വിചാരമുണ്ട്. കാരണം അവരാണ് ഭൂമിയിൽ എന്തൊക്കെയോ. അതൊന്നും നിർത്തുവില്ലോണ്ണ. എനിക്ക് പറയാനുള്ളത് പറയണം. നിങ്ങൾ കുറെ എന്റെ വായ അടപ്പിച്ചിട്ടുണ്ട്. അല്ല അവളെ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് കയറി കൊള്ളേണ്ട കാര്യം എന്താ വിനോദേ? വിനോദ് സാറേ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കേട്ടോ. സ്നേഹമുള്ളതുകൊണ്ടല്ലേ സ്നേഹം. ഇയാളുടെ കൂട്ട് 100-150 കുട്ടികളെ ഞാൻ ഏത് നാട്ടിൽ പോയാലും എവിടെ ഉടനെ വിട്ട പൂയപ്പള്ളി കൊട്ടാരക്കര എന്റെ സ്വന്തം നാട്ടിൽ പോലും വന്ന വിനോദം പഠിപ്പിക്കാത്ത പിള്ളേരില്ല. അവരവിടെ എല്ലാം വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള പെൺപിള്ളേർ മൊത്തം വിനോദന്റെ കൂടെ നിൽക്കണമല്ലോ. ലാസ്റ്റ് എന്റെ കുട്ടിയെ പഠിപ്പിച്ചു. ഇങ്ങനെയാണോ വിനോദനെ കാണുന്നത് നിങ്ങളെല്ലാരെ? സാറിന്റെ നീ പല പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഡ്രസ്സ് മേടിച്ചു തരും. നല്ല നമ്മൾ കറങ്ങാനൊക്കെ പോകുമ്പോ. കറങ്ങാൻ പോകുമ്പോ പൈസ ആരാ മുടക്കുന്നത്? എങ്ങനെയല്ല ഞാനിത് കേൾക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? ആ പറഞ്ഞെടുത്താവുന്ന വിനോദ നിങ്ങൾ ഇവളെയും കൊണ്ട് ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോകുന്ന അത് ഞാൻ കേൾക്കണോ? പിന്നെ ഇതിന്റെ എല്ലാം ആണി ഒരുത്തിയുണ്ട്. ആണി അവളെ ഞാൻ ഇപ്പൊ വിളിക്കാം. ഞാൻ ഇത് അവരെ വിഷമം കണ്ട് എനിക്ക് അവളെ നിങ്ങൾ ഇതെല്ലാം ഭയങ്കര പരിപാടിയാണ്. അവളെ ജീവിക്കാൻ താമസിക്കില്ല. അവിടെ അവള് നല്ലൊരു കുടുംബത്തിൽ പോയി ജീവിക്കില്ല. ഇതാണ് സപ്പോർട്ടിങ് ആയിരിക്കും. ഞാൻ ഒരു വക ചോദിച്ചില്ല. ചോദിച്ചാൽ ഒരു പെൺകുട്ടിയെ അടിച്ചതിന്റെ കുറ്റം ഇതിനെ വേണം, ഇതിന് സപ്പോർട്ട്. നിനക്ക് ഇതെങ്ങനെ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം പറഞ്ഞു കൊടുക്കും? ഇതിന്റെ അടുത്തുള്ള ഗൗരി ഒരു കാര്യം, ഗൗരി 4ാമത്തെ മാപ്പിളാണ് ഇപ്പോൾ ഉള്ള. സത്യം 4ാമത്തെ. നിനക്കിതാണോ ബിസിനസ്? അപ്പോഴേ കഷ്ടം. ചേച്ചിക്ക് ഇഷ്ടമാണ് കമ്പനി. ഇവളുമായിട്ട് സത്യം പറഞ്ഞ നിന്നെയൊക്കെ പോറ്റുന്ന ആണുങ്ങളെ ഉണ്ടല്ലോ പൂവിട്ട് പൂജിക്കണോടി. പൂവിട്ട് നിന്നെയൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിട്ടാ ഈ സിന്ദൂരം ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുന്നേ? എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പോയാൽ ഇപ്പൊ എന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യം. നീ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇവനെ കൂട്ടി കൊടുത്തപ്പോ നീ ചിന്തിക്കണമായിരുന്നു അവനൊരു ഭാര്യ ഉണ്ടെന്ന്. അവൻ എനിക്ക് എന്റെ മൂത്തവനെ മോൻ ജടിച്ചപ്പോ പൊട്ടിക്കായിരുന്നു. 18 വയസ്സുണ്ട് അവന്. അറിയാമോ? നിനക്ക് എത്ര വയസ്സാണ്? ഇവനെക്കാട്ടിൽ ഈ ഇരിക്കുന്ന ഇനി എനിക്ക് അയാളെ അങ്ങനെ വിളിക്കാം. അയാളെക്കാട്ടും എളുപ്പമുണ്ട്. ഒറ്റയടിക്ക് നിന്റെ മോൻ ജടിച്ചു. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവര് ജീവിക്കട്ടെ. കൂട്ടി കൊടുത്തോനെ മണ്ണെണ്ണ കത്തില്ല. ഈ മാതിരി തന്തേരായി എന്നോട് പറഞ്ഞ പറഞ്ഞതല്ലേ?
അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവര് ജീവിക്കണം. ചേട്ടൻ മിണ്ടായിരിക്കയില്ലേ? കണ്ട എന്താണോ തീരുമാനം? അവള് പറഞ്ഞാണ് തീരുമാനം. എന്റെ മുഖത്ത് നോക്കി പറയുന്ന പിന്നെ എന്നെ അത്രയ്ക്കും മടുത്തോ? ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തില്ല സാറേ. ഞാൻ പറഞ്ഞല്ലോ. നിർത്ത്. എനിക്ക് നിന്റെ അഭിപ്രായം കേൾക്കണ്ട. എനിക്കൊരു എൻ്റെ ഒരു ഇതൂടെ പറവിനാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു നേർവഴി കാട്ടി തന്നിട്ട്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു നേർവഴി കാട്ടി തന്നിട്ട് വിനോദണ്ണൻ എന്താ ചെയ്യാം? വിനോദണ്ണൻ ഇങ്ങനെ ഒരു അനാവശ്യമായി പോയാൽ ഞാൻ ആ മിച്ച ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? ഞാൻ ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ പോകും? അതിനൊരു പോകാൻ വഴി വിനോദണ്ണൻ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അവന് പോകാൻ വഴിയൊന്നുമില്ല, വഴിയേ ഉള്ളൂ. നല്ല ബാച്ച് കേട്ടാ ചെന്ന് ചാടി കൊടുത്തത്. സംഭവിച്ചു പോയി സാറേ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെ എനിക്ക് അവളെ മറക്കാൻ പറ്റാത്ത അവസ്ഥ. അച്ചോ, അപ്പൊ ഈ 21 കൊല്ലം കൂടെ ജീവിച്ച എന്നെയോ? അതെങ്ങനെയാണ് സാറേ? അതൊന്ന് പറഞ്ഞത്. ഞാൻ എവളെ കാണുന്നതിന് മുമ്പ് അവളെ കണ്ടു തുടങ്ങിയതാ. ആയിക്കോട്ടെ. അതൊന്നും അല്ല ചോദ്യം, അതല്ല വിനോദ് സാറേ. ആദ്യ പ്രണയമല്ലേ? നിർത്തവേ പ്രണയം. പ്രണയം നമുക്ക് മറക്കാൻ സാറേ, ഞങ്ങൾ പറ്റൂലല്ലോ സാറേ. 2001 മുതൽ കണ്ടു തുടങ്ങിയതാ. വിനോദണ്ണ, എനിക്ക് മനസ്സിലായി നിങ്ങൾ എനിക്കൊരു നല്ല ആ നാട്ടില് ഈ സമയം വരെ നിങ്ങൾ ഇന്ന് എന്നോട് പറഞ്ഞു വിനോദിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു വിലയാണെന്ന്. അതിന് ഞാൻ ആ നാട്ടുകാരുടെ മുമ്പിലും ആ മുഖത്തും അവരോട് ഞാൻ എന്ത് പറയും? അതിനൊരു മറുപടി നിങ്ങൾ എനിക്ക് താ. നാട്ടുകാരെ കുറിച്ച് ആവാൻ പറയല്ലേ. നടക്കാത്ത കാര്യങ്ങളാണ്. സാറിനെ ഒന്നും ചെയ്യില്ല ചേട്ടാ. സാറേ സഭ്യമായിട്ട് ഞാൻ വളരെ ഇതായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഇതിനേക്കാൾ ഞാൻ വിനോദണ്ണനെ വിചാരിച്ച് സാർ എന്നോട് സംസാരിച്ച് ആ കൂടപ്പുറപ്പ് എന്നോട് സംസാരിച്ച് എല്ലാം ചെയ്തു. നിങ്ങളുടെ ഭാഗത്ത് തെറ്റ്, എൻ്റെ ഭാഗത്ത് തെറ്റി പറ്റിപ്പോയി. ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. തെറ്റിനെ ഒരു ശരി ഉണ്ടാകുമ്പോൾ ഒരു തെറ്റ് കൊണ്ട് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അത് പോട്ടെ, അതുകൊണ്ട് കഴിയും എന്ന് ഞാൻ വിരിച്ചു. അപ്പോഴും എന്നിട്ട് വിനോദം പിന്നെ എന്താണ് ഇതന്നെ പറയുന്നത്? സാർ പറ, അതിനൊരു എനിക്ക് ഇവളോട് ജീവിക്കാൻ പറ്റത്തില്ല സാറേ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം? സഹോദരി പറ. എന്നെ വിനോദനെ വീട്ടിൽ കൊണ്ടാക്കൂ. പോവരുത്. സിനിമയിലൊന്നും കാണിക്കുന്നല്ല ജീവിതം. ഞങ്ങൾ പോവാ. പോവരുതെന്ന്. ഞാൻ പോവാ. വിനോദണ്ണ ഞാൻ പോവാ. ഇല്ല വിനോദണ്ണ, ഇത്രയ്ക്ക് ഞാൻ ആ നാട്ടിലുള്ളവരോട് എന്തോ മറുപടി പറയും? ഒരു മറുപടിയും പറയണ്ട. ഞങ്ങളൊന്നും ജീവിക്കട്ടെ. നിങ്ങൾ ജീവിച്ചോ? ഇല്ല വിനോദണ്ണ, നിങ്ങൾ ജീവിച്ചോ? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും? വിനോദ് പോയെന്നങ്ങ് പറഞ്ഞാൽ മതി. ത്തിനിടയ്ക്ക് ഞാൻ ആ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ അതിന്റെ വഴി എനിക്ക് പറഞ്ഞു തന്നിട്ട് പോകും. നിങ്ങൾ ഒത്തൊരുമയുടെ കൊണ്ടുപോയിക്കോ, ഞാൻ പറയാൻ വരില്ല. ഞാൻ തീർന്നു. ഇതിനൊരു എന്റെ കൂടപ്പറപ്പുകളോട് എന്റെ നാട്ടുകാരോട് അവരോട് മറുപടി പറഞ്ഞിട്ട് പോവിനാണ്. മറുപടി പറഞ്ഞേ പറ്റും. മറുപടി നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. നമുക്ക് പോകാം. അങ്ങനെയല്ല മറുപടി പറഞ്ഞിട്ട് പോകും. ഞാൻ അവരോട് എന്ത് പറയും? എന്റെ വിനോദന ശരി ശരി എന്ത് പറയും? എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ എന്തോ പറയും? ഒന്നേ പറയാനുള്ളൂ, പൊന്നെ പോലെ നിന്നെ നോക്കോളും. എന്നെ ചെയ്യും. എന്തോ പറയും? ഞാനേ പോലെ നിന്നെ നോക്കിക്കോളും. ഉറപ്പാണോ? ഒരു ഉമ്മ കൊടുത്ത നെറ്റിയില് ഉറപ്പാണോ? ആ എന്നാ അവിടെ നിങ്ങളുടെ നാടകം എനിക്കറിയില്ലല്ലോ. എന്താന്ന് പറ. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ബാക്കി പറ, എന്താന്ന് പറ. ഇതേ ചേട്ടൻ ഒരു സർപ്രൈസ് തന്നതാ. ഇത് നമ്മുടെ പ്രാങ്ക് ഷോ ആണ്. ഓ മൈ ഗോഡിന്റെ. നിങ്ങളെ ഭർത്താവ് ആരും നോക്കിയിട്ടില്ല. ഇങ്ങനെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. വിനോദന്റെ ഭാഗത്തുനിന്ന്. സോറി കേട്ടോ. ഇന്നലത്തേക്കോ ചോദിക്കാൻ സീരിയൽ അങ്ങനെ എല്ലാ സീരിയലൊന്നും കാണത്തില്ല. സീരിയൽ പൊതുവെ കാണുന്ന കൂട്ടത്തിലല്ല ഞങ്ങള്. അപ്പം CMS അപാര ഭാഗ്യവാനാണ് വിനോദ് സാറെന്ന് ഞങ്ങൾ പറയും. കാരണം ഇതുപോലൊരു ഭാര്യയെ കിട്ടിയതിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല.
ഇപ്പോഴും തന്നെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആദ്യം ക്യാഷ് പ്രൈസാണ്, സന്തോഷപൂർവ്വം സ്വീകരിക്കുക. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം.